നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണിൽ റയൽ ബെറ്റീസിലേക്ക് എത്തിയതിനു ശേഷം ഭേദപ്പെട്ട പ്രകടനമാണല്ലോ ആൻ്റണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡിൽ അദ്ദേഹം കളിച്ചത് ആദ്യം എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ. ടെൻ ഹാഗ് വലിയ പ്രതീക്ഷയോടുകൂടി അയാക്സിൽ നിന്ന് കൊണ്ടുവന്ന താരമാണല്ലോ ആൻ്റണി. പക്ഷേ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല യുണൈറ്റഡിൽ പോയത്. പിന്നെ ടെൻ ഹാഗ് തന്നെ പുറത്തായി, അമോറിം വന്നു. ഒടുവിൽ ആൻ്റണി അവിടം വിട്ട് ബെറ്റീസിലേക്ക് ചേക്കേറുന്നതും കണ്ടു. ഇപ്പോൾ ആ രണ്ട് കോച്ചുമാരെക്കുറിച്ചും ആൻ്റണി പറയുന്നുണ്ട്. ആൻ്റണിയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ESPN നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. എറിക് ടെൻ ഹാഗ് എന്ന് പറയുന്ന കോച്ച് എനിക്ക് വളരെയധികം കടപ്പാടുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. നെതർലൻഡ്സിൽ വെച്ച്, അതായത് അയാക്സിലുള്ളപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച പോലെയുള്ള അവസരങ്ങൾ വന്നില്ല. ഞാൻ ആഗ്രഹിച്ച പോലുള്ള അവസരങ്ങൾ ഇംഗ്ലണ്ടിൽ വന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കോച്ചിൻ്റെ ചോയ്സായിരുന്നു. എനിക്ക് ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഗ്രഡ്ജും അദ്ദേഹത്തോടില്ല. ഓൺ ദി കോൺട്രറി, ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കടപ്പാടുള്ളയാളാണ്. അദ്ദേഹം എനിക്ക് ചെയ്തു തന്ന കാര്യങ്ങളിൽ എല്ലാ കോൺവെർസേഷനുകളിലും ഞാൻ ആ തരത്തിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം സർട്ടൻലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ആളാണ്. ഈസ് എ കോച്ച് ഹു വിൽ സർട്ടൻലി ബീൻ ദിസ് സ്റ്റോറി ബിക്കോസ് ഹി ഹെൽപ്ഡ് മീ എ ലോട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ ഈ ഒരു യാത്രയിൽ വലിയ പ്രാധാന്യമുള്ള ആളാണ്. അമോറിമിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യം നോക്കുക. അമോറിം തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയമേ അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും അദ്ദേഹം വളരെ ഗുഡായിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ്. യുണൈറ്റഡ് ഇപ്പോൾ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും അദ്ദേഹം മികച്ച കോച്ച് തന്നെയാണ്. എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല റിലേഷൻഷിപ്പാണ്. പക്ഷേ എനിക്ക് പുതിയ ചലഞ്ചുകൾ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടം വിട്ടത്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് എന്നുകൂടി ആൻ്റണി പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.